ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെയും രോഗികളെയും തേടിയാണ്. ദൈവത്തിന്റെ കരുണയാണ് അതിലൂടെ നാം അനുഭവിച്ചറിഞ്ഞത്. ഈ ദൈവകരുണയുടെ മഹാത്മ്യമാണ് സേവർ ബ്രദർ വചനത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമിയോസിൻ്റെ പുത്രനായ ബർത്തിമിയോസ് എന്ന അന്ധയാചകൻ വഴിയരിയിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായും ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ദൈവത്തിൻ്റെ ഈ വചനം നമ്മൾ ശ്രവിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. വളരെ പ്രത്യേകമായ രീതിയിൽ ഡിവൈൻ മേഴ്സിയെക്കുറിച്ചാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കരുണയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് ഡിവൈൻ മേഴ്സി പ്രാർത്ഥന, കരുണയുടെ ജപമാല നമ്മളൊരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഈ ഡിവൈൻ മേഴ്സി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ വലിയ വിശ്വാസത്തോടെ ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടം പാപത്തിൻ്റെയും തിന്മയുടെയും അസമാധാനത്തിൻ്റെയും ഒക്കെ വലിയ നീരാളിപ്പിടുത്തത്തിൽ ലോകം മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അക്രമവും അനീതിയും തിന്മയും കൊലപാതക രാഷ്ട്രീയങ്ങളും ഒക്കെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യൻ്റെ ജീവന് ഒരു വിലയുമില്ലാത്ത സാഹചര്യങ്ങളിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ലോകം പകച്ചു നിൽക്കുകയാണ്. ഇവിടെയാണ് ഈശോയുടെ കരുണയുടെ ഏറ്റവും ആഴമായ വിശ്വാസത്തിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത്. വളരെ പ്രത്യേകമായിട്ട് ഡിവൈൻ മേഴ്സിയെക്കുറിച്ച് ഈശോ 3 വിശിഷ്ട വ്യക്തികൾക്ക്, വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ, അതുപോലെ തന്നെ വിശുദ്ധ ജോസഫിയ മെനൻഡൻസ് എന്ന വ്യക്തിയിലൂടെ, ബെൽജിയത്തിലെ മാർഗരറ്റ് എന്നിവരിലൂടെയൊക്കെ സന്ദേശം നൽകി ഈശോയുടെ കരുണയെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഈശോ ആഗ്രഹിച്ചു. അനേക സന്ദേശങ്ങൾ ഇവരിലൂടെ ലോകത്തിന് ഈശോ നൽകിയെങ്കിലും വളരെ പ്രത്യേകമായിട്ട് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ നൽകിയ ഒരു സന്ദേശം ഇതാണ്: വിശ്വാസത്തോടെ
എൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. അസ്വസ്ഥമായ മനുഷ്യവർഗത്തോട് എൻ്റെ കരുണ നിറഞ്ഞ ഹൃദയത്തെ സമീപിക്കുന്നതിന് പറയുക, ഞാൻ സമാധാനം കൊണ്ട് അതിനെ നിറയ്ക്കാം. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ പറഞ്ഞ ഈ വലിയ വാഗ്ദാനമാണ്. ഈശോയുടെ കരുണ നിറഞ്ഞ ഹൃദയത്തിലേക്ക് ലോകം തിരിയാത്ത പക്ഷം ഏതെല്ലാം മാർഗങ്ങൾ അവലംബിച്ചാലും ലോകത്തിന് സമാധാനം ലഭിക്കാനായിട്ട് പോകുന്നില്ല. സമാധാന രാജാവായ യേശുവിൻ്റെ അടുത്തേക്ക്, യേശുവിൻ്റെ കരുണയിലേക്ക് ലോകം തിരിയുക എന്നതാണ് ലോകത്തിൽ സമാധാനമുണ്ടാകാനുള്ള ഏക വഴി എന്ന് തിരിച്ചറിയുക. മാത്രമല്ല, എത്ര പാപത്തിലാണെങ്കിലും എത്ര തിന്മയിലാണെങ്കിലും ലോകത്തിന് വേണ്ടി, യേശുവിലൂടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അനേകരെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ലോകം സമാധാനം കണ്ടെത്തും. നമ്മൾ കണ്ട തിരുവചന ഭാഗത്തിൽ അന്ധനായ ബർത്തിമേയോസ് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരുപക്ഷെ സമൂഹം മുഴുവൻ അവനെ എതിർത്തപ്പോഴും ശകാരിച്ചപ്പോഴും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, യേശുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ നിലവിളി, ആ പ്രാർത്ഥന ഈശോ കേൾക്കുകയും അവൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരികയും ചെയ്ത് അവനെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും അവനോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സന്ദേശമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ബൈബിൾ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും ഒരുപക്ഷെ പാപം നിറഞ്ഞ് തിന്മ നിറഞ്ഞ് ദൈവത്തിൻ്റെ ക്രോധം കടന്നു വന്ന് സമൂഹത്തെ, ലോകത്തെ മുഴുവൻ ദൈവം തൻ്റെ ക്രോധം കൊണ്ട് നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിയ സാഹചര്യത്തിലും ഒരു വ്യക്തി പോലും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായപ്പോൾ ആ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന, ഒരു വ്യക്തിയുടെ കരുണയുടെ നിലവിളി കേട്ടപ്പോൾ ദൈവം സമൂഹത്തിൻ്റെ മേൽ കരുണ കാണിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനങ്ങൾ വിഗ്രഹാരാധന ചെയ്തുകൊണ്ട് സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ നിർമ്മിച്ച് ദൈവത്തിൻ്റെ ആരാധന ഈ വിഗ്രഹത്തിന് കൈമാറി 1-ാം പ്രമാണം ലംഘിച്ചതിലൂടെ ദൈവത്തിൻ്റെ ക്രോധം ആളിക്കത്തിയപ്പോൾ ഈ പാപത്തെ, ഈ തിന്മയെ ഓർത്തുകൊണ്ട് മോശ എന്ന പ്രവാചകൻ, മോശ എന്ന വിശുദ്ധനായ മനുഷ്യൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഒരു വ്യക്തിയുടെ ആ നിലവിളി കേട്ടുകൊണ്ട്, ഒരു വ്യക്തിയുടെ കരുണയ്ക്കായിട്ടുള്ള ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ആ സമൂഹത്തോട് മുഴുവൻ കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ മനോഹരമായ ചിത്രം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ലോകത്തിൽ ഭൂരിഭാഗവും പാപത്തിലും തിന്മയിലുമാണെങ്കിലും വിശ്വാസമുള്ള നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ലോകത്തോട് കരുണ കാണിക്കും. പ്രത്യേകിച്ച് ഡിവൈൻ മേഴ്സിയിലൂടെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഡിവൈൻ മേഴ്സി നമ്മൾ ചെല്ലുന്നവരാണ്. ആ ഡിവൈൻ മേഴ്സി വെറുതെ പ്രാർത്ഥിച്ചു പോകാതെ ആഴമായ ബോധ്യത്തിലും ആഴമായ വിശ്വാസത്തിലും പ്രാർത്ഥിക്കുമ്പോഴാണ് പൂർണ്ണമായ ഫലം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. നമ്മളൊന്ന് ചിന്തിക്കുകയാണ്, ഡിവൈൻ മേഴ്സിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. ഒരുപാട് ആത്മീയ സത്യങ്ങൾ ഇതിൽ ഒളിച്ചു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഡിവൈൻ മേഴ്സി ആരംഭിക്കുന്നത് കർത്തൃ പ്രാർത്ഥനയിലൂടെയാണ്. ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നു. ഇതിനുശേഷം പിതാവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. പിതാവിൻ്റെ തിരുസന്നിധിയിൽ ഈശോയുടെ കാൽവരിയിലെ പരിഹാര ബലിയുടെ എല്ലാ യോഗ്യതകളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ സമർപ്പണം എങ്ങനെയാണ്? നിത്യപിതാവേ, ലോകം മുഴുവൻ്റെയും ഞങ്ങളുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞാൻ കാഴ്ചയായി സമർപ്പിക്കുന്നു. ആദ്യമായിട്ട് ഒരു കാര്യം നമ്മൾ വിശ്വസിക്കാനായിട്ട് തയ്യാറാകേണ്ടത്, പ്രാർത്ഥിക്കുന്ന, സമർപ്പിക്കുന്ന നമുക്ക് വിശ്വാസമുണ്ടാകണം. ഈശോ പാപപരിഹാര ബലിയായിട്ട് മാറിയത് ഒരു വിഭാഗം വ്യക്തികളുടെ, മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മാത്രമല്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-2 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. വചനം പറയുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക്
പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നമുക്കൊരു വിശ്വാസമുണ്ടാകണം. അവൻ നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല കുരിശിൽ മരിച്ചത്, ബലിയായിട്ട് മാറിയത്. ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാര ബലിയായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചതും ബലിയായിട്ട് മാറിയതും. ഈ വലിയ വിശ്വാസം പിതാവിൻ്റെ തിരുസന്നിധിയിൽ, ഈ വലിയ വാഗ്ദാനം പിതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈശോയുടെ ആ പാപപരിഹാര ബലി ലോകത്തിൻ്റേത് മുഴുവൻ ആണെന്നുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയുടെ പരിഹാര ബലിയുടെ യോഗ്യതകൾ മുഴുവൻ നമ്മൾ സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അവകാശത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഈശോ പാപപരിഹാര ബലിയായിട്ട് മാറിയത് ലോകം മുഴുവൻ്റെയും പാപത്തിന് വേണ്ടിയാണ്. ഇത് വലിയൊരു വിശ്വാസ സത്യം നമ്മൾ പ്രഖ്യാപിക്കുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പിതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്? 4 കാര്യങ്ങളാണ് പിതാവിൻ്റെ തിരുസന്നിധിയിൽ ഈശോയുടെ ഈ ബലിയുടെ യോഗ്യതകൾ സമർപ്പിക്കുന്നത്. ഈശോയുടെ തിരുശരീരം സമർപ്പിക്കുന്നു, തിരുരക്തം സമർപ്പിക്കുന്നു, ഈശോയുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു, ഈശോയുടെ ദൈവത്വത്തെ സമർപ്പിക്കുന്നു. ഈ 4 കാര്യങ്ങളൊന്ന് നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നത്? ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഇതിലൂടെ ലഭിക്കുന്ന നന്മകൾ എന്താണ്? വചനം പറയുകയാണ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, 3-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണ്. അവിടെ തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ദൈവം മനുഷ്യൻ്റെ ശരീരത്തോടുകൂടി ജനിച്ചതും ജീവിച്ചതും മനുഷ്യൻ ശരീരത്തിൽ ചെയ്ത പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാനാണ്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും യേശു ഏറ്റെടുത്തത് തൻ്റെ തിരുശരീരത്തിലാണ്. ആ തിരുശരീരത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ അവൻ ഏറ്റെടുത്താണ് കുരിശിൽ മരിച്ചത്. 1 പത്രോസ് 2:24 നമ്മൾ ഇപ്രകാരം വായിക്കും, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ ഈശോ ഏറ്റെടുത്തത് അവൻ്റെ തിരുശരീരത്തിലാണ്. ആ ശരീരത്തിലേറ്റ ഓരോ അടിപ്പിണരുകളും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഏറ്റെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ടായിരിക്കണം, എനിക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അതിനുവേണ്ടി ശിക്ഷ അവൻ്റെ ശരീരത്തിലേറ്റുവാങ്ങി. ആ ശരീരത്തിൽ മുഴുവൻ പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് അവൻ കുരിശിൽ കയറിയത്. എന്നിട്ട് പറയാണ്, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായിട്ട് ജീവിക്കേണ്ടതിനാണ്. അപ്പോൾ ഞാൻ ശരീരത്തിൽ ചെയ്ത സകല പാപങ്ങളും ഈശോയുടെ തിരുശരീരത്തോട് ചേർത്ത് സമർപ്പിച്ച് പിതാവിൻ്റെ തിരുസന്നിധി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇതാ ഞാനും ലോകം മുഴുവനും ചെയ്ത പാപം യേശു ശരീരത്തിൽ വഹിച്ചു കഴിഞ്ഞു. ഈ ശരീരം പിതാവേ നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. പിതാവിൻ്റെ തിരുസന്നിധിയിൽ യേശുവിൻ്റെ ശരീരം സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹെബ്രായർ ലേഖനം 10-ാം അധ്യായം 10-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കും, അവൻ്റെ ശരീരം ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ എൻ്റെ പാപങ്ങൾ മുഴുവൻ യേശുവിൻ്റെ ശരീരത്തിൽ ഞാൻ സമർപ്പിച്ചു. ആ ശരീരം പിതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ എൻ്റെ പാപം യേശുവിൻ്റെ ശരീരത്തിൽ സമർപ്പിച്ചത് പിതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ യേശുവിൻ്റെ ശരീരം സമർപ്പിക്കപ്പെട്ടതിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായിട്ട്, പാപമില്ലാത്തവനായിട്ട്, നീതീകരിക്കപ്പെട്ടവനായിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം, ലോകം മുഴുവൻ എത്ര മാരകമായ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പാപങ്ങൾ മുഴുവൻ ഈശോ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയതാണ്, പരിഹാരം ചെയ്തതാണ്. പരിഹാരം ചെയ്യപ്പെട്ട ശരീരം പിതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സകല പാപങ്ങൾക്കും വേണ്ടി അവൻ്റെ തിരുശരീരം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല ഈ ശരീരം സമർപ്പിക്കപ്പെട്ടതിലൂടെ മറ്റൊരു വലിയ ദൈവാനുഗ്രഹം നമുക്ക് സാധിക്കുകയാണ്. വചനം പറയുകയാണ്, ഹെബ്രായർ 10:20 നമ്മൾ വായിക്കും, അവൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ
നവീനവും സജീവമായ ഒരു പാത നമുക്കായിട്ട് തുറന്നു തന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ശരീരം സമർപ്പിക്കപ്പെടുന്നതിലൂടെ പാപം ചെയ്ത സ്വർഗം നഷ്ടപ്പെട്ട് ദൈവരാജ്യം നഷ്ടപ്പെട്ട് ഇതാ എല്ലാം ആത്മീയ വിശുദ്ധിയും നഷ്ടപ്പെട്ട് തിന്മയ്ക്കും സാത്താനും അടിമയായൊരു വ്യക്തി, സ്വർഗരാജ്യം നഷ്ടപ്പെട്ട ഒരു വ്യക്തി അവൻ്റെ തിരുശരീരം സമർപ്പിക്കപ്പെട്ടതിലൂടെ പാപം മോചിപ്പിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പാപത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർഗരാജ്യം ഇതാ യേശുവിൻ്റെ ശരീരം സമർപ്പിക്കപ്പെടുന്നതിലൂടെ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ശരീരം സമർപ്പിക്കപ്പെടുന്നതിലൂടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു, അവൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് യേശുവിൻ്റെ തിരുരക്തമാണ്. തിരുരക്തത്തിൻ്റെ പ്രത്യേകത ഏതാണ്? വചനം നമ്മൾ വായിക്കും. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം തിരുവചനം. നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. വളരെ മനോഹരമായ വാഗ്ദാനത്തോടുകൂടിയ വചനം. പ്രിയപ്പെട്ടവരെ, യേശു അവൻ്റെ തിരുമുറിന്നൊഴുക്കിയ ഓരോ തുള്ളി രക്തവും പിതാവിൻ്റെ തിരു സമർപ്പിച്ചുകൊണ്ട് ഇതാ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ, അതായത് ലോകത്തിലുള്ള സകല മനുഷ്യരെയും മനുഷ്യകുലത്തെ മുഴുവനെയും അവൻ്റെ രക്തം കൊടുത്തുകൊണ്ട് അവൻ വിലയ്ക്ക് വാങ്ങി. എന്ന് വെച്ചാൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിൽ അവൻ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞു. ഇതാ വീണ്ടെടുപ്പിൻ്റെ രക്തം, പരിഹാരം ചെയ്യുന്ന രക്തം, വിശുദ്ധീകരിക്കുന്ന രക്തം. 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. ഈ രക്തം സകല പാപത്തിൽ നിന്നും നമ്മളെയും ലോകത്തെയും വിശുദ്ധീകരിക്കുന്നതാണ്. ഒരുപക്ഷെ പാപത്തിൻ്റെ കാരണം മാതാപിതാക്കളിലൂടെ പൂർവികരിലൂടെ കടന്നു വന്ന ഏതെങ്കിലുമൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളാണെങ്കിലും ഈ തിന്മയുടെ സ്വാധീനങ്ങളെ പൊട്ടിച്ചെറിയാനായിട്ട് യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് ശക്തിയുണ്ട്. 1 പത്രോസ് 1:18-19 തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കും, പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിതരീതിയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം കൊണ്ടത്രയെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ തലമുറകളിലൂടെ കടന്നു വന്ന ഏതെങ്കിലുമൊക്കെ തിന്മയുടെ ഇടപെടലുകൾ, സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ തിന്മ നമ്മൾ പാപത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ആ മേഖലകളെ വിശുദ്ധീകരിക്കാനായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ ഈ പാപത്തിൻ്റെ ബന്ധനങ്ങളെ, തിന്മയുടെ സ്വാധീനങ്ങൾ പൊട്ടിച്ചെറിയാനും അങ്ങനെ വീണ്ടെടുപ്പിൻ്റെ രക്തത്തിലൂടെ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാനും അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനും യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും. വീണ്ടും നമ്മൾ കാണുകയാണ് എഫെസോസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വഴിയാണ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ വലിയ യോഗ്യത വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പാപത്തിലൂടെ രക്ഷ നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ പരിഹാരമായിട്ട്, രക്ഷയ്ക്കായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത് വിലയായിട്ട് കൊടുത്ത യേശുവിൻ്റെ രക്തം, രക്ഷയ്ക്കായിട്ട് ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ യേശുവിൻ്റെ രക്തത്തിലൂടെ ലോകത്തിലെ സർവ്വജനപദങ്ങളും മനുഷ്യകുലം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. മാത്രമല്ല ഈ രക്തം സകല തിന്മകളെയും തകർക്കുന്ന രക്തമാണ്. നമുക്ക് വിശ്വാസമുണ്ടാകണം, ഈ രക്തം കടന്നു വന്ന് പാപത്തിൽ നിന്ന് മനുഷ്യകുലത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാനായിട്ട് ശക്തിയുള്ള രക്തമാണ്, യോഗ്യതയുള്ള രക്തമാണ്. ഇത് വിശ്വാസത്തിലൂടെ സംലുബ്ധമാകുന്ന രക്തമാണ്. വിശ്വസിക്കുന്നവർ അപ്രകാരം ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുത ശക്തി കടന്നു വന്ന് പാപത്തിൻ്റെയും തിന്മയുടെയും ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് മനുഷ്യകുലം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനായിട്ട് സമർപ്പിക്കുന്ന രക്തത്തിലൂടെ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 45 മുതലുള്ള തിരുവചനങ്ങളിലൂടെ പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് അവൻ ജീവൻ വെടിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നു ദേവാലയത്തിലെ
തിരശ്ശീല രണ്ടായിട്ട് കീർന്നത്. എന്ന് വച്ചാൽ പാപത്തിലൂടെ മനുഷ്യൻ്റെ മുമ്പിൽ നഷ്ടപ്പെട്ട സ്വർഗരാജ്യ അനുഭവം യേശുവിൻ്റെ മരണത്തിലൂടെ ആത്മാവിനെ സമർപ്പിക്കുന്നതിലൂടെ പാപത്തിലൂടെ നഷ്ടപ്പെട്ട സ്വർഗം അവന് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവൻ കുരിശിൽ മരിച്ചതിലൂടെ മറ്റൊരു അത്ഭുതം സംഭവിക്കുന്നു. ഹെബ്രായർ 2:15 നമ്മൾ വായിക്കും, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത് എന്നും. അപ്പോൾ യേശുവിൻ്റെ ആത്മാവിനെ സമർപ്പിച്ചപ്പോൾ, അവൻ കുരിശിൽ മരിച്ചപ്പോൾ സംഭവിച്ച മറ്റൊരു അത്ഭുതം, സാത്താൻ്റെ ശക്തി തകർക്കപ്പെട്ടു. പാപത്തിന്മേലും മരണത്തിന്മേലും അധികാരമുണ്ടായിരുന്ന, ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ ശക്തി, പിശാചിൻ്റെ ശക്തി അവൻ്റെ ആത്മാവിനെ സമർപ്പിച്ചതിലൂടെ, അവൻ്റെ കുരിശുമരണത്തിലൂടെ തകർക്കപ്പെടുകയാണ്. നമുക്ക് വിശ്വാസമുണ്ടായിരിക്കട്ടെ, യേശുവിൻ്റെ ആത്മാവിനെ, യേശുവിൻ്റെ മരണത്തിൻ്റെ ശക്തിയാൽ സാത്താൻ്റെ ശക്തി തകർക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് അവൻ്റെ ദൈവത്വമാണ്. യേശുവിൻ്റെ ദൈവത്വം മാത്രമാണ്, അവൻ്റെ കർത്തൃത്വം മാത്രമാണ് മനുഷ്യൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടത്. റോമ 10-9 തിരുവചനം നമ്മൾ വായിക്കും, യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കർത്തൃത്വം, യേശുവിൻ്റെ ദൈവത്വം ഏറ്റുപറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കൂ. ഒരുപക്ഷെ ഇന്ന് ലോകത്തിലെ നല്ലൊരു ശതമാനം മനുഷ്യന് ഈ കർത്തൃത്വം ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, ഇതാ അവർക്ക് വേണ്ടി ഞാനൊരു മധ്യസ്ഥനായിട്ട് മാറുകയാണ്. പിതാവേ, ഇതാ ഈ ലോകത്തിലെ പാപത്തിൽ ജീവിക്കുന്ന അനേക കോടി ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പരിഹാരമായിട്ട് യേശുവിൻ്റെ കർത്തൃത്വം അവർക്ക് വേണ്ടി ഞാൻ ഏറ്റുപറയുന്നു. അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് കർത്താവെന്ന് അവർക്ക് വേണ്ടി ഇതാ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കാത്ത അനേക കോടി ജനങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ ദൈവത്വത്തെ നമ്മൾ സമർപ്പിക്കുന്നത്. ഫിലിപ്പി 2-6 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കും, അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ ദാസനായി അവൻ ജനിച്ചു, ജീവിച്ചു. അവൻ കുരിശിൽ അനുസരണമുള്ളവനായിട്ട് തന്നെ താഴ്ത്തി. അങ്ങനെ അനുസരണമുള്ളവനായിട്ട് തന്നെ താഴ്ത്തിയപ്പോൾ പിതാവായി ദൈവം യേശുവിൻ്റെ നാമം 3 ലോകങ്ങൾക്കും വെച്ച് ഏറ്റവും ശക്തമായ നാമമായിട്ട് മാറ്റി. അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടക്കുന്നതിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ കർത്തൃത്വം, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങുന്നതാണ്. തിന്മയും ആധിപത്യങ്ങളും അധികാരങ്ങളും പാപവും എല്ലാം അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. ഇതാ ലോകത്തിൻ്റെ മുമ്പിൽ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ട യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ കർത്തൃത്വം, യേശുവിൻ്റെ ദൈവത്വം ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, ലോകത്തിൻ്റെ സമാധാനത്തിനായിട്ട്, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടു കൂടി. പ്രത്യേകിച്ച് ഡിവൈൻ മേഴ്സി കർത്താവ് ആവശ്യപ്പെട്ടത്, കർത്താവ് മരിച്ച 3 മണി നേരത്ത് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ലോകം മുഴുവൻ യേശുവിൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥരാകാം. ഈശോ വിശുദ്ധ ഫൗസീനായിലൂടെ പറഞ്ഞു കൊടുത്ത ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. ഈശോയുടെ ആ കുരിശു മരണത്തിൻ്റെ സമയത്ത് 3 മണി സമയത്ത് ഈശോ ചൊല്ലാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം ഡിവൈൻ മേഴ്സി പ്രാർത്ഥന കരുണയുടെ ജമാൽ ചൊല്ലാനായിട്ട് ഈശോ ആവശ്യപ്പെട്ടു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ആ കരുണയിൽ നമുക്ക് ശരണപ്പെടാം. അങ്ങനെ ലോക സമാധാനത്തിലേക്കും രക്ഷയിലേക്കും കടന്നു വരാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരുണയിലേക്കും സമാധാനത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നീ കേട്ട വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.
ഈ വചനങ്ങളൊക്കെ നമുക്ക് 100 മേനി അനുഗ്രഹങ്ങൾ പുറപ്പെടുവിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ